ഇത് താരനാണ്, പക്ഷെ ഇതെല്ലാം സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് രണ്ടും ഒന്നാണെന്നോ. രണ്ടും ഒന്നല്ല, പക്ഷെ രണ്ടിനും ഒരേ കാരണമാണ്. നമ്മളെ തലയോട്ടിയില് സെബത്തിന്റെ അളവ് അല്ലെങ്കിൽ ഓയിലിന്റെ അളവ് വല്ലാതെ കൂടുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ തന്നെ ജീവിക്കുന്ന ചില ഫംഗസുകൾ അത് വല്ലാതെ വളരുന്നു, അതുണ്ടാക്കുന്ന കെമിക്കൽ കൂടുന്നു. ആ കെമിക്കൽ നമ്മുടെ തലയോട്ടിയിൽ സ്കാൽപ്പിൽ ഉണ്ടാക്കുന്ന ഇറിറ്റേഷനും അതിനോട് നമ്മുടെ തലയോട്ടിയുടെ സ്കിന്ന് കാണിക്കുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒക്കെയാണ് നമ്മൾ ഡാൻഡ്രഫ് ആണെങ്കിലും സെബോറിക് ആണെങ്കിലും അതിന്റെയൊക്കെ റീസൺ. എന്നാൽ ഈ സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ ഒരു മൈൽഡ് ഫോമാണ് ശരിക്കും ഡാൻഡ്രഫ്. അപ്പൊ ഡാൻഡ്രഫ് ഉണ്ടായിട്ട് അതിനെ കൃത്യമായി ശ്രദ്ധിക്കാതെ ട്രീറ്റ് ചെയ്യാതെ പലതരം ഷാംപൂസ് ലോഷൻസ് ഒക്കെ ആയിട്ട് വർഷങ്ങളോളം കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്കാണ് പലപ്പോഴും ഇത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആയിട്ട് പിന്നീട് മാറുന്നത്. താരനാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ അല്ലെങ്കിൽ തലയോട്ടിൽ മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്. നമ്മളിങ്ങനെ മുടി തട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് വെള്ള പൊടി പോലെയാണ് പോരുക, ചെറിയൊരു ചൊറിച്ചിലും ഉണ്ടാകും. പക്ഷെ സെബോറിക്ക് നമുക്ക് എളുപ്പം തിരിച്ചറിയാൻ പറ്റും. അത് ഒന്നാമത്തെ കാര്യം പൊടി പോലെ അല്ല ഉണ്ടാവുക, അതിന്റെ പുറമെ ഒരു ചെളുക്കുകൾ പോലെ ഒരു യെല്ലോയിഷ് അല്ലെങ്കിൽ വൈറ്റ് ബ്രൗൺ ഒക്കെ നിറത്തിൽ ചെളുക്കുകൾ പോലെ പൊളിഞ്ഞു പോരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ഇത് ഡാൻഡ്രഫ് പോലെ സ്കാൽപ്പിൽ മാത്രം നിൽക്കില്ല, അതിന്റെ പുറമെ നമ്മുടെ താടിയില് മൂക്കിന്റെ 2 വശത്തെ ചുവന്ന നിറത്തില് അതുപോലെ തന്നെ പുരികത്തില് അതുപോലെ ചെവിയുടെ പുറകില് ഒക്കെ ആയിട്ട് ഇതിന്റെ സ്കെയിൽസും ചൊറിച്ചിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പ്രധാനപ്പെട്ട കാര്യം അസഹ്യമായ ചൊറിച്ചിലും സെബോറിക്കിന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആന്റി ഡാൻഡ്രഫ് അല്ലെങ്കിൽ കീറ്റകണസോൾ അടങ്ങിയിട്ടുള്ള ഷാംപൂസ് ലോഷൻസ് ഒന്നും ഇതിന് ഡാൻഡ്രഫിനോ സെബോറിക്കിനോ ലോങ് ടേമിൽ പരിഹാരമല്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. മാത്രമല്ല കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളും നമ്മുടെ അടുത്ത് പറയുന്നത് 2 ദിവസം കുറയും, 3ാമത്തെ ദിവസം ആകുമ്പോൾ അതിലേറെ ശക്തിയായിട്ട് ചൊറിച്ചിൽ വരും, സ്കെയിൽസ് വരും, എല്ലാ ബുദ്ധിമുട്ടും കൂടും എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് അതിന് കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ സെബം ഓവറായിട്ട് വരുന്നതാണ്. ആ സെബത്തെ കൺട്രോൾ ചെയ്യുന്നത് ചില ഹോർമോൺസ് ആണ്. അപ്പോൾ ഹോർമോണൽ ബാലൻസ് വരുന്ന സമയത്ത് ഈ സെബത്തിന്റെ അളവ് കുറയുകയും അതുവഴി ഫംഗസ് കുറയും, അതിന്റെ കെമിക്കൽ ഉണ്ടാകുന്നത് കുറയും. ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒക്കെ കുറക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ട്രീറ്റ്മെന്റ്. അതിന് കൃത്യമായിട്ടും അകത്തേക്ക് മരുന്ന് കഴിക്കുകയാണ് വേണ്ടത്.